ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ സെയ്താൻ എന്ന മൂവിയാണ്. ഈ മൂവിയിലെ നായകന്റെ മകളെ മറ്റൊരു വ്യക്തി മന്ത്രവാദം ചെയ്ത് അയാളുടെ കൺട്രോളിൽ കൊണ്ടുവരുവാണ്. അതിനെതിരെ നായകൻ എന്താ ചെയ്തെന്നൊക്കെ പറയുന്ന ഒരു നല്ല ത്രില്ലിംഗ് മൂവിയാണിത്. അപ്പൊ ഈ മൂവിന്റെ കഥ കേൾക്കാൻ നിങ്ങൾ എല്ലാവരും ഇൻട്രസ്റ്റ് ആയിരിക്കുവാണെങ്കിൽ അധിക സമയം കളയാതെ നേരെ സ്റ്റോറിയിലേക്ക് അങ്ങ് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ നായകനായ കബീറും അവന്റെ രണ്ടാമത്തെ മകനായ ഗുരുവും കൂടി കാറിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകന്റെ മൂത്ത മകൾക്ക് വേണ്ടി. അവള് കോളേജ് പഠിക്കുകയാണ്. അവള് ക്ലാസ് എല്ലാം കഴിഞ്ഞ് അവളെ ഫ്രണ്ട്സിനോടൊപ്പം എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഇവരിവിടേക്ക് വന്നത്. അങ്ങനെ ഇപ്പൊ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു സർപ്രൈസ് പോലെ ഇവരിവിടേക്ക് വന്നുകൊണ്ട് അവളെ ഫ്രണ്ട്സുമായിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം തകർന്നു പോകുന്നു. എന്നാലും അവൾ അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അവരുടെ കൂടെ പൊക്കോട്ടേയും ചോദിച്ചുകൊണ്ട്. അപ്പൊ നായകൻ വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും അവളങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ മകളുടെ സന്തോഷമല്ലേ വലുതെന്നുള്ള രീതിയിൽ നായകൻ അവളെ അവരുടെ കൂടെ വിടുവാണ്. അതിനുശേഷം വീട്ടിലെത്തിയ നായകനെ കാര്യം ഭാര്യയോട് പറയുന്ന സമയം ഇത് കേട്ട ഭാര്യയാണെങ്കിൽ നായകനെ കുറെ വഴക്ക് പറയുന്നു. കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഫ്രണ്ട്സിനോട് വിട്ടിട്ട് അവൾ എപ്പോഴാ വീട്ടിലേക്ക് തിരികെ എത്തിയെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? സോ അങ്ങനെയുള്ള മകളെ എന്തിനാ വീണ്ടും വിടാൻ പോയെന്നൊക്കെയാണ് ഇപ്പൊ നായകന്റെ ഭാര്യ നായകനോട് ചോദിക്കുന്നത്. ആ പിള്ളേരല്ലേ പോട്ടെ എന്നും പറഞ്ഞ് ഈ സമയത്ത് നായകനാണെങ്കിൽ ഭാര്യനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ആ സിനിമ കട്ടെ അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞ് പോവാണ്. ഇപ്പൊ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നായകൻ അവരുടെ ഫാമിലിനെയും കൂട്ടിക്കൊണ്ട് ചെറിയ ഔട്ടിങ്ങിന് പോകുന്നു. അതൊരു ഭംഗിയുള്ള സ്ഥലത്തേക്ക്. അങ്ങനെ യാത്രക്കിടയിൽ നായകൻ കുടുംബവും അവിടെ അടുത്തുള്ള ഒരു ചായക്കട കയറിയിട്ട് ഭക്ഷണം എല്ലാം കഴിക്കുന്നു. എന്നിട്ട് പൈസ കൊടുക്കാൻ വരുന്ന സമയത്ത് അവിടെയാണെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് നടക്കില്ല. 500 നോട്ട് കൊടുക്കുമ്പോൾ ചേഞ്ച് ഇല്ല എന്നും പറയുന്നു. അങ്ങനെ ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ നായകനാകെ പെട്ടുവെക്കുന്ന അവസ്ഥയിൽ ചേഞ്ച് കൊടുത്ത് നായകൻ ഒരാളെ ഹെൽപ്പ് ചെയ്യുവാണ്. ഇങ്ങനെയിട്ട് സഹായം ചെയ്തുകൊണ്ട് തന്നെ നായകന് കുടുംബം വിചാരിക്കുവാണ് അതേ ഒരു നല്ല മനുഷ്യനാണെന്ന്. അങ്ങനെ ഇപ്പൊ അവർ അവിടെ വെച്ച് അയാളെ പരിചയപ്പെട്ട് അയാളോട് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണമെല്ലാം കഴിക്കുന്നു. വൻരാജ് എന്നായിരുന്നു അയാളുടെ പേര്. ഈ സമയം നായകൻ അവനെ പറ്റിയും അവന്റെ കുടുംബത്തിനെ പറ്റിയല്ല വൻരാജിന് പറഞ്ഞു കൊടുക്കുന്നു. അതിന് വൻരാജിന്റെ കുടുംബത്തിനെ പറ്റി ചോദിക്കുന്ന സമയം അവൻ അവന്റെ ഫോൺ തുറന്ന് അവന്റെ ഭാര്യന്റെ ഒരു ഫോട്ടോ എല്ലാം കാട്ടി കൊടുക്കുന്നു. എന്നിട്ട് ഇതാണ് എന്റെ ഭാര്യ, അവള് നാട്ടിലാണെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ നായകനാണെങ്കിൽ ഒരു ഫോൺ കോൾ വന്നു. നായകൻ അതെടുത്ത് സംസാരിച്ചുകൊണ്ടൊന്ന് പുറത്തേക്ക് പോവാണ്. ഈ സമയം വല്ലാച്ച് നായകന്റെ മകളായ ജാൻവിയുമായിട്ട് കുറെ സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് അവർ വൻരാജിനോട് യാത്ര പറഞ്ഞ് വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങുന്നു. അവരവിടെ നിന്ന് നേരെ പോകുന്നത് അവിടെ അടുത്ത് തന്നെ ഇവർക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. അവിടേക്കാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് ഔട്ടിങ്ങിന് ഇറങ്ങിയ അവര് ഇന്നിവിടെയാണ് താമസം. ഇവിടെ ഒരു വേലക്കാരനുണ്ടായിരുന്നു അവർക്ക്. അവൻ ഇന്നെന്തോ ഒരു അപകടം പറ്റിയോണ്ട് ഇന്നിങ്ങോട്ട് വരില്ല എന്ന് നായകനെ വിളിച്ചു പറഞ്ഞു. ഇത് നായകൻ ഭാര്യനോട് പറയുന്ന സമയം ഇന്ന് ഇവിടുത്തെ എല്ലാ ജോലികളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് നായിക ആകെ ടെസ്പാവുന്നു. ഇതേ സമയമാണ് മറ്റൊരു കാര്യം കാണിക്കുന്നത്. വൻരാജിനോട് യാത്രയെല്ലാം പറഞ്ഞ് അവരാ ഹോട്ടലിൽ നിന്ന് പോരുന്ന സമയം മറ്റേരെയും കാണാതെ ജാൻവിക്ക് വൻരാജ് ഒരു കൂടു ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവര് ഹോട്ടലിൽ നിന്ന് കൈയെല്ലാം കഴുകി വണ്ടിയിലേക്ക് എത്തുന്നുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഗ്യാപ്പ് കൊണ്ട് തന്നെ ജാൻവി ആണെങ്കിൽ അത് കഴിക്കുകയും ചെയ്തു. എന്നത് കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നതായിട്ട് കാണിക്കുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അവരെല്ലാരും കൂടി അവരുടെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുന്നതായിട്ടാണ്. അവിടേക്ക് എത്തിയ ഉടനെ തന്നെ നമ്മുടെ നായകനാണെങ്കിൽ ആ ഒരു ഫണ്ണി വൈബില് ഭാര്യനെയും കുട്ടികളെല്ലാം സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിവിട്ട് അവനും അതിലേക്ക് എടുത്തിയാടി അവരുമായിട്ട് അവിടെ എൻജോയ് ചെയ്യുവാണ്. എന്നാൽ പെട്ടെന്ന് നായകൻ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് നായകന്റെ ഭാര്യ ചോദിക്കുകയാണെങ്കിൽ അവളെ ഫോണൊന്നും എടുത്തു വെക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ വെള്ളത്തിൽ വീണാന്ന് നനഞ്ഞു പോയോണ്ട് നായകനെ കുറെ വഴക്കം പറഞ്ഞ് അവളെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി ആ ഫോൺ കൊണ്ടേ ഉടങ്ങാൻ വെക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അവള് ഡ്രസ് എല്ലാം മാറ്റി റൂമിന്റെ ബാൽക്കണി വന്ന് തല ഉറച്ചുകൊണ്ടിരിക്കുന്ന സമയം പുറത്തുള്ളൊരു കാഴ്ച കാണുന്നു. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നേരത്തെ അവര് പരിചയപ്പെട്ട വൻരാജ് എന്ന് പറഞ്ഞ വ്യക്തിയില്ലേ അയാൾ വന്നിട്ട് ആ ഗസ്റ്റ് ഹൗസിന്റെ ഗേറ്റിന്റെ അടുത്തായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഈ കാഴ്ച കണ്ട് നായിക പെട്ടെന്ന് തന്നെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിനോട് ഈ കാര്യം പറയുന്നു. ഇത് കേട്ട നായകൻ പെട്ടെന്ന് ഡ്രസ്സും മാറി അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കയറി പോവുകയാണ്. ഇതേ സമയം തന്നെ അവരുടെ പെർമിഷൻ ചോദിക്കാതെ ഗേറ്റ് എല്ലാം തുറന്ന് അയാൾ ആ ഗസ്റ്റ് ഹൗസിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഡ്രസ്സ് മാറാൻ വേണ്ടി കയറി വന്ന നായകൻ ഈ കാഴ്ച കണ്ട് ഡ്രസ്സ് മാറ്റാൻ പോവാതെ നേരെ അയാളുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് കാര്യം ചോദിക്കുവാണ്, എന്റെ ഫോണിന്റെ ചാർജ് തീർന്നു പോയി, എനിക്ക് അർജന്റായിട്ടൊരു കോൾ ചെയ്യണമായിരുന്നു. സോ അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് ശരി, അത്രയേ ഉള്ളൂ, ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിക്കോട്ടെ, ഒരൊറ്റ മിനിറ്റ്. ഇങ്ങനെയും പറഞ്ഞ് നായകനോടൊന്ന് പോകാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ജാൻവി അവിടേക്ക് കയറി വരുന്നു. അങ്ങനെ ഇപ്പൊ അയാളെ കണ്ട് ആകെ സ്റ്റക്കായ അവസ്ഥയിൽ ജാൻവി അയാളെ നോക്കി അങ്ങനെ നിൽക്കുവാണ്. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി വന്നതല്ലേ അവള്, അതുകൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സ് ആക്കാൻ തന്നെ ഇരിക്കുവാണ്. അവളുടെ നിൽക്ക് വേണ്ടി ഈ സമയത്ത് നമ്മുടെ നായിക അവളെ നീ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാൻ പറഞ്ഞ് അവളെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ ജാൻവി മുറിയിലേക്ക് പോവാണ്. ഇതേ സമയം തന്നെ നായകന്റെ പുറകെ നായിക അവരുടെ മുറിയിലേക്ക് പോകുന്നു. അങ്ങനെ മുറിയിലെത്തി നായകൻ ഡ്രസ്സ് മാറാൻ തുടങ്ങുന്ന സമയം പുറകെ വന്ന നായിക അവനോട് ചോദിക്കുവാണ്, ഇയാൾക്ക് എങ്ങനെ നമ്മുടെ ഈ ഗസ്റ്റ് ഹൗസ് മനസ്സിലായി എന്ന്. അത് ഞാനും ആലോചിക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, നീ അയാൾക്ക് ഒരു ചായ കൊടുക്കാൻ നോക്ക്. അപ്പത്തേക്ക് ഞാൻ ഡ്രസ്സ് മാറി വന്ന് അയാളെ പറഞ്ഞു വിടാൻ നോക്കാം. ഇത് കേട്ട നായിക ഓക്കെ പറഞ്ഞ് ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ ഈ ഒരു ഗ്യാപ്പിന് നമ്മുടെ നായകന്റെ മകളായ ജാൻവി ആണെങ്കിൽ ഡ്രസ്സെല്ലാം മാറ്റി വന്ന് ഹാളിലിരിക്കുന്ന അയാളോടൊപ്പം സംസാരിക്കാൻ തുടങ്ങുന്നു. കോളേജിലെ കാര്യങ്ങളും ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഈ സമയത്ത് അയാള് അവളോട് പറയുന്നുണ്ട്. ഇത് കേട്ട് അവളൊന്നും മിണ്ടാതിരിക്കുമ്പോ എന്താ നീ എന്റെ കൂടെ വരില്ലേ, വരും എന്ന് പറയാൻ ഈ സമയത്ത് അയാൾ അവളോട് പറയുന്നു. ഇത് കേട്ട് അവൾ അതേപോലെ പറയുവാണ്. അയാളുടെ ഈ പെരുമാറ്റെല്ലാം കാണുമ്പോൾ ജാൻവിന്റെ മൈൻഡിനെ അയാളെ കൺട്രോൾ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവിടേക്ക് ജാൻവിന്റെ അനിയും വരുന്നു. വാ ചേച്ചി നമുക്ക് പുറത്ത് ഊഞ്ഞാലാടാൻ പോവാന്നും പറഞ്ഞ് ഈ സമയത്ത് ചെക്കനാണെങ്കിൽ അവളെ വിളിക്കുവാണ്. ഇത് കേൾക്കുന്ന വൻരാജാണെങ്കിൽ ചെല്ല
അവന്റെ കൂടെ ഊഞ്ഞാലാടിയിട്ട് വാ. ഇനി ഒരിക്കലും ഊഞ്ഞാലിടാൻ പറഞ്ഞ് അവൻ നിന്നെ വിളിക്കാൻ പാടില്ല. ആ രീതിയിൽ അവനെ ആട്ടണമെന്ന് വനരാജ് ഇപ്പൊ അവളോട് പ്രത്യേകം പറയുന്നുണ്ട്. ഇത് കേട്ട ജാൻവി ആണെങ്കിൽ ശരിയെന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് നായകനും നായികയും കേൾക്കുവാണ്. പുറത്തുനിന്ന് മകൻ അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കാറുന്നത്. അങ്ങനെ അവർ ചെന്ന് നോക്കുമ്പോൾ അവനെ ഊഞ്ഞാലി കയറ്റി. അതിന് പുറകില് ജാൻവിയും കയറി നിന്ന് സ്പീഡിൽ അങ്ങനെ ആടുവാണ്. അങ്ങനെ ഇപ്പൊ ഈ കാഴ്ച ഉണ്ടാകെ ഞെട്ടിപ്പോകുന്ന നായകൻ നായിക ഓടി വന്ന് ആ ഊഞ്ഞാലി പിടിച്ചു നിർത്തുന്നു. അപ്പത്തേക്ക് ആ ചെക്കനാണെങ്കിൽ തലകറങ്ങി ബോധം കെട്ടി വീഴുവാണ്. ഈ സമയം നായകൻ ജാൻവിനോട് മോളെ നീ എന്താ ഈ കാണിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പോഴാണ് ജാൻവിക്ക് പെട്ടെന്ന് സ്വബോധം വരുന്നത്. അങ്ങനെ ചെയ്ത കാര്യം ആലോചിച്ചിട്ട് അവൾക്ക് ഒരുപാട് വിഷമാവുകയാണ്. അങ്ങനെ അവളിപ്പോ അച്ഛനോട് സോറി പറയുന്നു. അപ്പോഴേക്ക് ഏകദേശം സമയം വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു. അവിടേക്ക് എത്തിയ വനരാജ് ആണെങ്കിൽ അവിടെ നിന്ന് പോകാനേ തയ്യാറാവുന്നില്ല. ഓരോരോ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവരുടെ കൂടെ അങ്ങനെ ഇരിപ്പാണ്. ഇവർക്കാണെങ്കിൽ അങ്ങനെ ഇറങ്ങി പോകാൻ പറയാനും കഴിയില്ലല്ലോ. അങ്ങനെ ഇപ്പൊ ഈ ഒരു സമയത്ത് നായകൻ വല്ലാതെ സാഡായിട്ടിരിക്കുന്ന ജാൻവിനെ ശ്രദ്ധിക്കുന്നു. ഇന്ന് നടന്ന കാര്യത്തിന്റെ പശ്ചാത്താപം കൊണ്ടാണ് അവിടെ അങ്ങനെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ കബീർ ആണെങ്കിൽ മോളെ ഇന്ന് നടന്ന കാര്യങ്ങളെ പറ്റി ആലോചിച്ചാൽ നീ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അത് വിട്ടുകളാ, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. എന്ന് ഇത് കേട്ടോണ്ടിരിക്കുന്ന വനരാജ് അതിലൊരു കാര്യമില്ല അത് ഇടപെടുവാണ്. ഇത് കേട്ട് ദേഷ്യം വരുന്ന നമ്മുടെ നായകൻ ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാണ്, അതിൽ നിങ്ങൾ ഇടപെടണ്ട, നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വനരാജ് ചിരിച്ചോണ്ട് പറയുവാണ് അങ്ങനെയല്ല, എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം, നിങ്ങളുടെ കുറെ ഫാമിലി ഇഷ്യൂസ്, നിങ്ങളുടെ മകളുടെ ഫ്രണ്ട്സ്, അവളുടെ കാമുകൻ, അങ്ങനെ പലതും അത് അവള് തന്നെ എന്നോട് പറഞ്ഞതാണ്. ഇങ്ങനെ വനരാജ് പറയുന്ന ഈ കാര്യം കേട്ട നമ്മുടെ നായികയാണെങ്കിൽ മോളോട് നീ എന്തിനാ മോളെ അങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തേന്ന് ചോദിക്കുന്നു. എനിക്കറിയത്തില്ല അമ്മേ, അദ്ദേഹം ചോദിച്ചപ്പോ ഞാൻ പോലും അറിയാതെ എല്ലാം ഞാൻ പറഞ്ഞു പോയതാണ്, എന്റെ മൈൻഡ് എന്തോ അയാൾ കൺട്രോൾ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പൊ അവള് പറഞ്ഞ ഈ കാര്യം കേട്ട് നായകനും നായികവരെ പറഞ്ഞിട്ടുവാണ്. അപ്പൊ ചിരിച്ചോണ്ട് വനരാജ് പറയാണ് ഞങ്ങളുടെ മകള് പറയുന്നത് എല്ലാം സത്യമാണ്, എനിക്കിപ്പോളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്, കാണിച്ചു തരണോ? ജാൻവി നീ ഫോൺ എടുത്ത് നിന്റെ കാമുകനെ വിളിച്ച് ബ്രേക്കപ്പ് ചെയ്യാണെന്ന് പറ. ഇങ്ങനെ വനരാജ് അവളോട് പറഞ്ഞതും അവള് പെട്ടെന്ന് ഫോൺ എടുത്ത് അവളുടെ കാമുകനെ വിളിച്ച് ബ്രേക്കപ്പ് ചെയ്യാണെന്ന് പറയുന്നു. ഇത് കണ്ട് നായകനും നായികയും വീണ്ടും ഷോക്ക് ആവുന്നു. ഇനി എന്തായാലും ഇയാൾ ഇവിടെ നിർത്തിയാൽ ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന നായകനാണെങ്കിൽ നിങ്ങൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് അവനോട് പറയുവാണ്. അയ്യോ എനിക്ക് പോകാൻ സമയമായിട്ടില്ല, ഞാൻ വന്ന ജോലി ഇനിയും തീർന്നിട്ടില്ല. ഇത് കേട്ട നായകനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് തന്നോട് മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേന്ന് ചോദിച്ചോണ്ട് അയാളെ കൈ പിടിച്ച് പുറത്തിറക്കി വിടാൻ ശ്രമിക്കുന്നു. ഈ സമയം വനരാജ് ജാൻവിനോട് പറയാണ് ജാൻവി നീ നിന്റെ അച്ഛനെ തടയാൻ. ഇത് കേട്ട ജാൻവി അയാളുടെ കമാൻഡ് അനുസരിച്ച് വേണ്ട അച്ഛാന്നും പറഞ്ഞ് നായകനെ തടയുന്നു. നായകൻ എന്ത് കേൾക്കാതാവുന്ന സമയം ദേഷ്യം പിടിച്ച അവളാണെങ്കിൽ നായകനെ തള്ളി വിടുവാണ്. അയാളുടെ വാക്കും കേട്ട് അവളിപ്പോ ഇങ്ങനെ പ്രവർത്തിച്ചപ്പോ വീണ്ടും നായകനും നായിക ഒരുപാട് ഷോക്ക് ആവുന്നു. ഇതേസമയം വനരാജിനോട് നായകൻ ചോദിക്കുവാണ് നീ എന്റെ മകളെ എന്താ ചെയ്തിരിക്കുന്നതെന്ന്. ഞാൻ ചെറുതായിട്ട് അവളിലൊന്നും മന്ത്രവാദം ചെയ്തു, അതുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലേ ഇപ്പൊ അവളുടെ കൺട്രോൾ മുഴുവൻ എനിക്കാണ്. നേരത്തെ ഹോട്ടലിൽ നിന്ന് തിരികെ വരുന്ന സമയത്ത് ആരും കാണാത്ത വനരാജ് ഇവൾക്ക് കുറച്ച് ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, അതിലാണ് അയാൾ ആ കാര്യം ഒപ്പിച്ചത്. ഇതെല്ലാം കേട്ട് നായകനും നായികയൊക്കെ ഷോക്കായി നിൽക്കുന്ന അതേസമയം തന്നെ ഇപ്പൊ നിങ്ങളുടെ മകള് ഞാൻ പറയുന്നവരെല്ലാം ചെയ്യും, ചാടാൻ പറഞ്ഞാൽ ചാടും, ഓടാൻ പറഞ്ഞു ഓടും, കാണിച്ചു തരണമെന്ന് ചോദിച്ചോണ്ട് അയാളിപ്പോ അവളെ കൊണ്ട് അങ്ങനെ എല്ലാം ചെയ്യിപ്പിക്കുകയാണ്. ഈ സമയം നായകന്റെ ഭാര്യ വനരാജിനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനുവേണ്ടി എങ്ങനെയല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. അതിലേക്ക് ഞാൻ വരാം, അതിനു മുമ്പ് എനിക്ക് മറ്റു കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ട്. കുഴപ്പമില്ല നിങ്ങളുടെ മകളെല്ലാം നിൽക്കുന്നേ, അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം പറഞ്ഞ് അയാൾ അവളെ കൊണ്ട് അവിടെയുള്ള ഫോൺ എല്ലാം തല്ലി പൊട്ടിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ വൈഫൈ കണക്ഷനും കട്ട് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് നായകനെ നോക്കി പറയുകയാണ് ഞാൻ എന്തിനുവേണ്ടി എങ്ങനെ ചെയ്യുന്നത്, എന്താ എനിക്ക് വേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ, എനിക്ക് വേണ്ടത് നിങ്ങളുടെ മകളെയാണ്, അവളെ എനിക്ക് തന്നു വിടണം. ഇത് കേട്ട് നായകനെ പെട്ടെന്ന് ദേഷ്യം വരുന്നു. ഇത്ര നേരം ഈ കാര്യങ്ങളെല്ലാം കേട്ട് കൺട്രോൾ ചെയ്ത് നിന്ന നായകനാണെങ്കിൽ ഇപ്പൊ കൺട്രോൾ പോകുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ വനരാജിനെ അടിക്കുവാണ്. ഈ സമയം ആകെ ദേഷ്യം വന്ന വനരാജാണെങ്കിൽ നായകനെന്ന് പേടിപ്പിക്കാൻ വേണ്ടി ജാൻവി നിന്റെ അച്ഛൻ എന്നെ തല്ലുന്ന കണ്ടില്ലേ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, എനിക്ക് വേണ്ടി നീ മുകളിൽ പോയിട്ട് നിന്റെ അനിയന്റെ തല്ല് കൊടുക്ക്, അവനെ തല തന്നെ പൊട്ടിക്കാനൊക്കെ പറയുന്നു. ഇത് കേട്ട ജാൻവി ആണെങ്കിൽ പെട്ടെന്ന് മുകളിലേക്ക് പോയിട്ട് അതിന്റെ തല പിടിച്ച് സ്റ്റെയറിലിടിപ്പിക്കുവാണ്. ഇതേ സമയം തന്നെ അവരെ ഗസ്റ്റ് ഹൗസിലേക്ക് 2 പോലീസുകാർ വരുവാണ്. പുറത്തുനിന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ടൊന്നും ഒരാനക്കമില്ല. അങ്ങനെ ഇപ്പൊ വാതിലെല്ലാം ചവിട്ടി പൊളിച്ച് അയാളകത്ത് കയറി വരുന്നു. ഈ സമയം നായകനും നായികയും വനരാജും നോർമലായി സംസാരിച്ചിരിക്കുന്ന പോലെ അവിടെ എങ്ങനെ ഇരിക്കുവാണ്. ഇത് കണ്ട പോലീസുകാര് എത്ര നേരമായി കോളിംഗ് ബെൽ അടിക്കുന്നു, നിങ്ങളെന്താ വാലുറക്കോ പുറത്തേക്ക് ഇറങ്ങി വരുവോ ചെയ്യാത്ത എന്ന് ചോദിക്കുന്നു. അപ്പത്തേക്കും നായകൻ പറയുകയാണ് അയ്യോ സാറേ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് കോളിംഗ് ബെൽ അടിച്ചതൊന്നും കേട്ടില്ല. ഈ സമയം പോലീസുകാരൻ വനരാജനെ നോക്കിയിട്ട് ഇതാരാണെന്ന് നായകനോട് ചോദിക്കുന്നു. അപ്പൊ നായകൻ ഇതെന്റെ ഫ്രണ്ട് ആണെന്ന് പറയുകയാണ്. ഈ സമയത്ത് അയാളുടെ മുഖത്ത് ബ്ലഡ് ഇരിക്കുന്നത് ആ പോലീസുകാരൻ കാണുവാണ്. അങ്ങനെ ഇപ്പൊ ഇതെന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്നു. അത് ദേഷ്യം വന്നപ്പോൾ നേരത്തെ നായകൻ അടിച്ചപ്പോൾ വന്ന ചോരയായിരുന്നു. ഈ സമയം പോലീസുകാരന്റെ വനരാജ് പറയാണ് സാർ ഇന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നു, ആ സെലിബ്രേഷൻ പാർട്ടിയില് ഈ നിൽക്കുന്ന എന്റെ ഫ്രണ്ട് ഹാപ്പിനെസിന്റെ പുറത്ത് എന്നെ ഒന്ന് തല്ലിയതാണ്, എന്നത് കുറച്ചങ്ങ് കൂടിപ്പോയി, അങ്ങനെ പറ്റിയതാണിത്, കാര്യമാക്കണ്ട. അല്ല അതൊക്കെ വിട്, സാർമാരെന്താ ഇപ്പൊ ഇങ്ങോട്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഈ സമയത്ത് വനരാജ് അവരോട് ചോദിക്കുകയും ചെയ്യുന്നു. അല്ല നേരത്തെ മാഡം വിളിച്ചിട്ടല്ലേ പെട്ടെന്നൊന്നും ഇവിടേക്ക് വരാൻ പറഞ്ഞേ, കോൾ കിട്ടിയപ്പോ എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓടി വന്നതാണ്. ഇങ്ങനെ ഈ സമയത്ത് പോലീസുകാർ പറയുമ്പോഴാണ് നേരത്തെ ഇവിടെ ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ആരും അറിയാതെ നായികയെ പോലീസിനെ വിളിച്ചായിരുന്നു എന്ന് വനരാജ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പൊ പോലീസുകാരെ പറ്റിക്കുന്ന പോലെ ഒന്നും സംഭവിക്കാത്തവരെ ഇവർ അഭിനയിക്കുന്നത് ഇയാളുടെ വാക്കും കേട്ട് ജാൻവി അവരുടെ മകനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ടാണ്. എന്നാലും ഇപ്പൊ പോലീസുകാർ പറയുന്ന കാര്യം കേട്ട് വനരാജ് ആണെങ്കിൽ ദേഷ്യത്തോടുകൂടി നായികനെ നോക്കുവാണ്. അപ്പത്തേക്ക് നായിക അത് നമ്പർ മാറി വിളിച്ചു പോയതാണെന്നൊക്കെ പറഞ്ഞ ആ സീൻ ഒതുക്കുന്നു. കേട്ട പോലീസുകാർ എന്താ ശരിയെന്നും പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. പോലീസുകാർ പോയ ഉടനെ തന്നെ തലയെല്ലാം പൊട്ടി ചോരയുമായിട്ട് അവരുടെ മകൻ താഴേക്ക് ഇറങ്ങി വരുന്നു. ഒന്നുമില്ലട മോനെന്നും പറഞ്ഞ ഈ സമയത്ത് നായകനാണെങ്കിൽ ആ ചെക്കനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് വനരാജിനോട് പറയാണ് പ്ലീസ് ദേവി ഇതെന്റെ ഫാമിലിനെ വെറുതെ വിടണം, അതിന് പകരമായിട്ട് മറ്റെന്തും നിനക്ക് ഞാൻ തരാം. ഇതേക്കുന്ന വനരാജ് എന്നാ ശരി നീ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എടുത്തിട്ട് വരാൻ പറയുകയാണ്. അപ്പോഴേക്കും നായകൻ നേരെ അവന്റെ മുറിയിലേക്ക് ഓടി അവിടെയുള്ള പണവും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട്
നേരെ വൻരാജിന്റെ അടുത്തേക്ക് വന്ന് അവനത് കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ അത് കിട്ടിയതും വൻരാജ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പുറത്തേക്ക്. പ്രശ്നം തീർന്നല്ലോ എന്ന് വിചാരിച്ച് ഈ സമയത്ത് നായകനും നായിക ഒന്ന് സന്തോഷിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് വാതിൽ അടയ്ക്കുവാണ്. എന്നാൽ ഇതേ സമയം അകത്തുള്ള നായകന്റെ മകളാണെങ്കിൽ ഒന്നും സംസാരിക്കുന്നില്ല, ചത്ത പോലെ അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഇപ്പൊ ഇതിലെന്തോ പ്രശ്നം മനസ്സിലാക്കി നമ്മുടെ നായകൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ നായകൻ കൊടുത്ത പണം അടങ്ങിയ ബാഗല്ല വൻരാജ് മിറ്റത്തിട്ട് കത്തിക്കുവാണ്. എന്നിട്ട് നായകനെ നോക്കി ദേഷ്യത്തിൽ പറയുവാണ്, നീ എന്നെ പണം തന്ന വിലയ്ക്ക് വാങ്ങാന്ന് വിചാരിച്ചോ? പണത്തിന് മുമ്പ് വീഴാൻ ഞാൻ മനുഷ്യനല്ല, എന്തിനേം തോപ്പിക്കാൻ കഴിവുള്ള ഒരു മഹാശക്തിയാണെന്നും പറഞ്ഞ് അവനെല്ലാം വിളിക്കുന്നു. ഇതെല്ലാം കേട്ട് അവർ ബ്ലാക്കായി നിൽക്കുന്ന അതേ സമയം തന്നെ അവൻ തിരിച്ച് വീടിനകത്തേക്ക് കയറി വരുവാണ്. എന്നിട്ട് നായകനോട്, ഞാൻ അറിയാതെ നീ പോലീസിനെ വിളിച്ചു വരുത്തിയ പ്രശ്നങ്ങളെല്ലാം തീരുന്നു വിചാരിച്ചു അല്ലേ? ഇതിനെന്തായാലും ഒരു വലിയ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, അതെന്താണെന്നല്ലേ ആലോചിക്കുന്നത്? താ കണ്ടോ എന്നും പറഞ്ഞ് അവൻ ജാൻവിനെ വിളിക്കുന്നു. എന്നിട്ട് ശിക്ഷ തുടങ്ങിക്കോളാൻ പറയുകയാണ്. ഈ ഒരു കാര്യം കേട്ടതും ജാൻവി ആണെങ്കിൽ സ്വന്തം മുഖത്തേക്ക് തന്നെ കൈ വീശി തല്ലാൻ തുടങ്ങുന്നു. അങ്ങനെ തല്ലി അവളുടെ മുഖത്ത് നിന്ന് ചോരയെല്ലാം വരുന്നുണ്ട്. അതിനുശേഷം ഒരു പാട്ട് വെച്ച് കൊടുത്ത് അവളെ കൊണ്ട് ഡാൻസും ചെയ്യിപ്പിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന സമയത്ത് നായകന്റെ നായികന്റെ കണ്ണു നിറയുന്നു. ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുമല്ലേ അവര്. എന്നാലും എത്രയെന്ന് വിചാരിച്ചാൽ സഹിക്കുക. ഒരു ഘട്ടത്തിൽ ദേഷ്യം വന്ന നമ്മുടെ നായികയാണെങ്കിൽ അവിടുന്ന് ഒരു കത്തി എടുത്തോണ്ട് വന്ന് വൻരാജിനെ കുത്താൻ ശ്രമിക്കുന്നു. ഈ സമയം വൻരാജ് ജാൻവിനെ നോക്കുവാണ്. അപ്പോഴേക്കും ജാൻവി ആണെങ്കിൽ അമ്മേനെ തടയുന്നു. എന്നിട്ട് നായികന്റെ കയ്യിലിരിക്കുന്ന കത്തി പിടിച്ചു വാങ്ങി അമ്മയാണെന്ന് പോലും നോക്കാതെ അവളെ കുത്താൻ ശ്രമിക്കുകയാണ്. ഇതുകൊണ്ട് പകച്ചുപോയ നായകൻ അവിടെ ഓടി വരുന്നു. എന്നിട്ട് നായകനെ മകള് കുത്താതിരിക്കാൻ വേണ്ടി അവൻ ഒരുപാട് ശ്രമിക്കുവാണ്. അതായത് അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ഈ സമയം നായകനെ കുത്തേക്കുവാണ്. എന്നാലും നായകനത്തെ കാര്യമാക്കാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ വേണ്ടി ഇതിനെല്ലാത്തിനും കാരണക്കാരനായ വൻരാജിനെ എടുത്തിട്ട് പൂശുന്നു. അങ്ങനെ നായകൻ ഒരു ഘട്ടത്തില് വൻരാജിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് വൻരാജ് ജാൻവിക്ക് അടുത്ത കമാൻഡ് കൊടുക്കുന്നു, എന്നെ ആക്രമിച്ച നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു തക്കതായ മറുപടി കൊടുക്കണം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കത്തിയുമായിട്ട് നീ നിന്റെ അനിയനെ പോയി കുത്തിക്കൊല്ലാൻ. അയാള് പറയുന്നവരെല്ലാം ജാൻവി ചെയ്യുമല്ലേ. അതുകൊണ്ട് തന്നെ ഇത് കേട്ട് നായകനും നായിക ആകെ ഷോക്കാവുന്നു. മോളെ ചെയ്യില്ലെന്നും പറഞ്ഞ് അവരവളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്തായാലും അതൊന്നും കേൾക്കാതെ അവളെ മുകളിലത്തെ നിലയിലുള്ള അനിയന്റെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ്. അപ്പൊ അവളെ അധികം തടയാൻ വേണ്ടി നായകന് പുറകെ ഓടി ചെല്ലുന്നു. അങ്ങനെ അനിയനെ അവളെ കുത്തിയില്ല എന്നുള്ള അവസ്ഥ വരുമ്പോഴേക്കും നായകൻ അവളെ തടയുന്നു. ഈ സമയത്ത് നായകന് പരിക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും അവളെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അനിയനെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് തള്ളി വീഴുന്നു. അങ്ങനെ താഴെ വീഴുന്ന അവൻ ഭാഗ്യം കൊണ്ട് മരിക്കുന്നില്ല, എന്നാലും നല്ല പരിക്ക് വരുന്നുണ്ട്. ഇതുകൊണ്ട് നായകന്റെ ചങ്ക് തകരുന്നു. അറ്റ്ലീസ്റ്റ് അവരുടെ മകനെങ്കിലും സേവ് ചെയ്യാൻ വേണ്ടി ഈ സമയത്ത് അവർക്കാണെങ്കിൽ ജാൻവിനെ അയാളോട് വിടാന്ന് പറയേണ്ടി വരുന്നു. അതായത് അയാളുടെ ഡിമാൻഡ് അംഗീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ ഇപ്പൊ അവരുടെ സമ്മതം കിട്ടിയോണ്ട് വൻരാജ് അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവരവിടെ പോയ ഉടനെ തന്നെ നമ്മുടെ നായകൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ജ്യോതിനെ മകനെ ആശുപത്രിയിലാക്കി വൻരാജ് പോയ സ്ഥലത്തേക്ക് മകളെ സേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവര് പോയ ലൊക്കേഷൻ എങ്ങനെ നായകൻ അറിയാന്നല്ലേ ഇപ്പൊ ചിന്തിക്കുന്നത്. നേരത്തെ പ്രശ്നങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകന്റെ കയ്യിൽ വൻരാജിന്റെ മൊബൈൽ കിട്ടുന്നുണ്ടായിരുന്നു. അന്ന് ഇവര് ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്തപ്പോൾ വൻരാജ് അയാളുടെ ഭാര്യന്റെ ഫോട്ടോ കാട്ടി കൊടുക്കാൻ വേണ്ടി ഇവരുടെ മുമ്പിൽ വെച്ച് ഫോൺ അൺലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഫോണിന്റെ ലോക്ക് നായകൻ കണ്ടായിരുന്നു. അത് വെച്ചാണ് നായകൻ അത് ഓപ്പൺ ചെയ്തത്. തന്റെ മകളെയും കൊണ്ട് അവൻ ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ നായകൻ ആ ഫോൺ അൺലോക്ക് ആക്കിയ ആ സമയത്ത് അതിലെ ലൊക്കേഷൻ നായകന്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു വേലക്കാരനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതായത് ആക്സിഡന്റ് ആയതുകൊണ്ട് ലീവ് എടുത്ത വേലക്കാരൻ അയാളുടെ ഫോണിലേക്ക് അയച്ചിരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അയാളുടെ അടുത്തേക്ക് ഇന്ന് അയാളുടെ ഫോൺ വാങ്ങി ആ ഫോണിലേക്ക് വന്ന ലൊക്കേഷൻ ട്രേസ് ചെയ്താണ് വൻരാജിനെ ഫോളോ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സീനിൽ വൻരാജ് നായകന്റെ മകളെയും കൊണ്ട് എത്തിയ ലൊക്കേഷൻ കാണിക്കുന്നു. ഇതൊരു കാട്ടുപ്രദേശമാണ്. അതിനുള്ളൊരു കൊടൂരമായ സ്ഥലം. അവിടെ 100 കണക്കിന് പെൺകുട്ടികൾ. ഇവരെല്ലാം ഇപ്പൊ ജാൻവിനെ പിടിച്ചോണ്ട് വന്ന പോലെ ഇതിനു മുമ്പേ വൻരാജ് പിടിച്ചോണ്ട് വന്നതാണ്. ഇവരെല്ലാം എങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവരെല്ലാം കൂട്ടക്കുരുത്തി കൊടുത്ത് അതിനുശേഷം എന്തോ മന്ത്രവാദങ്ങളെല്ലാം ചെയ്ത് വലിയ ശക്തി നേടിയെടുക്കാൻ വേണ്ടിയാണ്. എന്നാലും ഇപ്പൊ അവിടേക്ക് എത്തിയ വൻരാജ് ആണെങ്കിൽ ഒരു മന്ത്രവാദിന്റെ കെറ്റപ്പിലേക്ക് മാറുന്നു. എന്നിട്ടൊരു വലിയ തീക്കൊണ്ടെല്ലാം ഉണ്ടാക്കി അവിടെയുള്ള പെൺകുട്ടികളോടെല്ലാം ഓരോരുത്തരായി അതിലേക്ക് ചാടാൻ പറയുന്നു. ജാൻവിനെ പോലെ ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികളെ അയാൾ മൈൻഡ് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുമല്ലേ. അതുകൊണ്ട് ഇപ്പൊ അയാൾ പറയുന്നത് കേട്ടിട്ട് അവരത് ചെയ്യാൻ തുടങ്ങുന്ന അതേ സമയമാണ് ലൊക്കേഷൻ ട്രേസ് ചെയ്ത് നായകൻ അവിടേക്ക് റീച്ച് ആവുന്നത്. അങ്ങനെ ഇപ്പൊ അവിടെ അത്രയും പെണ്ണുങ്ങളെ അവിടെ നടക്കാൻ പോകുന്ന ഈ കാര്യങ്ങളെല്ലാം കണ്ട് നായകനാകെ ഷോക്ക് ആവുന്നു. ശരിക്കും അന്തം വിട്ടു നിൽക്കുവാണ് നായകൻ. എന്നാലും നായകൻ അത് ചെയ്യാൻ സമ്മതിക്കില്ല. ഇത് മനസ്സിലാക്കിയ വൻരാജ് ആണെങ്കിൽ ആ ഒരു കൂട്ടം പെണ്ണുങ്ങളോട് അയാളെ ആക്രമിച്ച് കൊല്ലാൻ പറയുന്നു. അങ്ങനെ അവരത് ചെയ്യാൻ തുടങ്ങുന്ന സമയം നായകൻ എങ്ങനെ അവിടുത്തെ രക്ഷപ്പെട്ട് ആ ചടങ്ങുകൾ ചെയ്യാൻ തുടങ്ങുന്ന വൻരാജിനെ ആക്രമിക്കുവാണ്. അതിനൊടുവിൽ നായകനാണെങ്കിൽ അവന്റെ നാക്ക് മുറിച്ചെടുക്കുന്നു. ആ നാക്കുണ്ടെങ്കിലല്ലേ അവരോട് എല്ലാവരോടും സംസാരിച്ച് അവരെ ഇവന് കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഇപ്പൊ നാക്ക് നഷ്ടമായതോടെ വൻരാജിനൊന്നും ചെയ്യാൻ കഴിയാതായി പോവാണ്. അങ്ങനെ ഇപ്പൊ അവിടെ നടക്കാൻ പോകുന്ന ആ പൂജ മുടക്കി നായകൻ ആ പെൺകുട്ടികളെല്ലാം സേവ് ചെയ്യുന്നു. ഈ കൂട്ടത്തിൽ നായകന്റെ മകൾക്ക് സ്വബോധം തിരിച്ചു കിട്ടുന്നു. അങ്ങനെ ഇപ്പൊ ഇയാളെ വാക്കും കിട്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം റിയലൈസ് ചെയ്ത് തെറ്റ് മനസ്സിലാക്കി അവളാണെങ്കിൽ നായകനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. മോള് കരയണ്ട, ഇതൊന്നും മോളുടെ കുറ്റമല്ലോ എന്ന് പറഞ്ഞ ഈ സമയത്ത് നായകനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് വൻരാജ് തട്ടിക്കൊണ്ടുവന്ന ആ പെൺകുട്ടികളെല്ലാം നായകനെ ഇപ്പൊ രക്ഷപ്പെടുത്തി അവരവരുടെ വീട്ടുകാരെ ഏൽപ്പിക്കുന്നതാണ്. ഇത്രയും വലിയൊരു ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരെല്ലാരും നായകനോട് നന്ദി പറയുന്നു. അതുപോലെ പോലീസും വന്ന് ഇത്രയും വലിയൊരു കേസ് തെളിയിച്ചുകൊണ്ട് നായകനെ അഭിനന്ദിക്കുന്നുണ്ട്. നായകൻ ആ സമയത്ത് ഒരുപാട് പരിക്ക് പറ്റിയുണ്ട്. നായകൻ ആശുപത്രിയിലാണ്. ഇപ്പൊ നായകനെ അഭിനന്ദിക്കാൻ വേണ്ടി വന്ന പോലീസുകാർ ആ വൻരാജൻ ഞങ്ങൾ പിന്നെ കണ്ടായിരുന്നോ, ഞങ്ങൾ അവിടേക്ക് എത്തിയപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അയാൾ മിസ്സിംഗ് ആണ്, ഇങ്ങനെല്ലാം പറയുന്നു. ഇത് കേട്ട നായകൻ ഇല്ല ഞാൻ പിന്നെ അയാളെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ആ സീനോട് കെട്ടാവുന്നു. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ നായകനെ കാണിക്കുന്നു. നായകനിപ്പം ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് വരുവാണ്. നായകൻ എന്തിനാ ഇവിടേക്ക് വന്നതെന്നല്ലേ, ഒരു വ്യക്തിനെ കാണാൻ വേണ്ടിയാണ്. ആ വ്യക്തി ആരാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ താടിയും മുടിയെല്ലാം നീട്ടി ഒരു ഭ്രാന്തനെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തി. ഇയാൾ ആരാണെന്ന് അധികം ചിന്തിക്കേണ്ട, ഇയാളാണ് വൻരാജ്. അയാളന്ന് എവിടേക്ക് പോയെന്ന് അറിയത്തില്ല, അയാളെ കണ്ടില്ല എന്നൊക്കെ നായകൻ പോലീസുകാരോട് വെറുതെ പറഞ്ഞായിരുന്നു. നായകൻ അന്ന് പോലെ അയാളെ ഈ അണ്ടർഗ്രൗണ്ടില് ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരുപാട് ശക്തി
ശക്തികൾ കിട്ടാൻ നീ ചെയ്ത കാര്യത്തിനേക്കാൾ എത്രയോ പവർഫുൾ ആണ് ഞാനിപ്പോ ചെയ്യുന്ന കാര്യം എന്ന് നിനക്ക് മനസ്സിലായില്ല എന്നൊക്കെ ചോദിച്ച് നായകൻ അവനെ മാക്സിമം ടോർച്ചർ ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ ഇത്തരത്തിലുള്ള എൻഡിങ്ങും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? അത്യാവശ്യം നല്ലൊരു തീമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് ആവശ്യമാണ്. സോ കമന്റ് ബോക്സിലിട്. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോഴേ ടാറ്റാ ബൈ ബൈ.